നമ്മുടെ ലൈഫിലെ പല പല കാര്യങ്ങളും ആൾക്കാരെ അനുസരിച്ചും സാഹചര്യം അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ യാത്രകൾ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒരേ ഫീലാണ് കിട്ടുന്നത് അല്ലേ? നല്ലൊരു റിഫ്രഷ്മെൻറ്റും ഹാപ്പിനെസ്സും എല്ലാം അടിപൊളിയായിട്ട് പോകണമെങ്കിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും യാത്രകൾ എപ്പോഴും സ്പെഷ്യലായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഈദിൻ്റെ ലീവൊക്കെ കിട്ടിയ സമയത്ത് ഇങ്ങനെ ബോറടിച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കും. എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നില്ല. വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന കൂട്ടത്തിലാണല്ലോ സ്ത്രീകൾ. കാരണം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ യാത്രകൾ കൂടി ഇല്ലാണ്ടാവുമ്പോൾ മനസ്സ് വല്ലാതൊരു ബുദ്ധിമുട്ടിലാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചെറുതാണെങ്കിലും ഇത് വലിയൊരു യാത്ര എന്നല്ല ഞാൻ പറയുന്നത്, കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്തൊക്കെ പോകുമ്പോൾ നന്നായിട്ടൊരു മൂഡ് ചേഞ്ച് വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന നമ്മുടെ പഴയ അമ്മമാരൊക്കെ അവർക്ക് അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ സെറ്റിലായിട്ട് അവർക്ക് അങ്ങനെ പുറത്തു പോകണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ എല്ലാവരും പഠിച്ച ആൾക്കാരാണ്, ജോലി ചെയ്തിട്ട് ാണ് അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, സാഹചര്യം കൊണ്ട് പോകാൻ പറ്റാത്ത പല രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കെങ്കിലും ചെറിയ ചെറിയ യാത്രകൾ നൽകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം, ആ ഒരു മെൻ്റൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ മൈൻഡ് പീസ് ഇല്ല എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്കും റിഫ്ലക്റ്റ് ആവും. എസ്പെഷ്യലി സ്ത്രീകൾക്ക് പെട്ടെന്ന് അസുഖങ്ങളും ഇതൊക്കെ വരുമ്പോൾ മെൻ്റൽ സ്ട്രെസ് അങ്ങനെയുള്ള ആണുങ്ങൾക്കില്ല എന്നല്ല പറയുന്നത്, എങ്കിൽ കൂടി അതിനേക്കാളും കൂടുതൽ ചാൻസസ് സ്ത്രീകൾക്ക് കൂടുതലാണ്. അപ്പോൾ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് അത് ശരീരത്തിനെയും നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ യാത്രകളൊക്കെ പോയിട്ട് മൈൻഡ് എപ്പോഴും കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിന് നമ്മുടെ ഹസ്ബൻഡ്സ് തീർച്ചയായിട്ടും സപ്പോർട്ടും കൊടുക്കണം കേട്ടോ. നമ്മളെക്കൊണ്ട് എപ്പോഴും ഇങ്ങനെ വലിയ വലിയ യാത്രകൾ പോകണം അല്ലെങ്കിൽ എക്സ്പെൻസീവ് ഫുഡ് കഴിക്കണം എന്നല്ല, ചെറിയ ചെറിയ യാത്രകളാണെങ്കിലും അത് നമുക്ക് തരുന്ന ഹാപ്പിനെസ്, അതിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും വില കൂടിയ സാധനം വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നതിലല്ല. നമ്മളൊരു ഔട്ടിങ് പോവുക, എല്ലാവരും ഹാപ്പി ആയിട്ട് ഫാമിലീൻ്റെ ഒരു ബോണ്ടിങ് ഒന്നുകൂടി ഒന്ന് കൂടുന്ന ഒരു രീതിയിലായിരിക്കും നമ്മൾ എല്ലാ യാത്രകളും. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും എല്ലാവരും പല പല സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്, എല്ലാവരും മോസ്റ്റ്ലി സ്ക്രീനിലായിരിക്കും, അതായത് TV കാണും, മൊബൈൽ കാണും, അങ്ങനെയൊക്കെ ചെയ്യും. യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കാറിലാണെങ്കിലും ഒരുമിച്ചിരിക്കുന്നു, നടക്കുകയാണെങ്കിലും ഒപ്പം നടക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫാമിലി ബോണ്ടിങ് അല്ലെങ്കിൽ ആ റിലേഷൻ്റെ വാല്യൂ കൂടുന്ന പോലെ എന്തോ യാത്രകൾ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരു സ്പെഷ്യലായിട്ടൊരു റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു മൂഡിലേക്ക് നമുക്ക് വരും. അപ്പോൾ നമ്മളിതാ ഈ ദിൽമുനിയ മാളിലെത്തി. ഈ ടാപ്പ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. ജിലേബി സിനിമയിലെ ജയസൂര്യ ഈ കൈ കാണിച്ചാൽ വെള്ളം വരുന്നത് എന്ത് മാജിക് പൈപ്പോ എന്ന് ചോദിക്കില്ല, അതുപോലത്തെ ഒരു പൈപ്പായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സിനിമ ഓർമ്മ വന്നു കേട്ടോ. അപ്പം നമ്മളിതാ ഇവിടെ എത്തി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടെ ഒരു വലിയൊരു അക്വേറിയം ഉണ്ട്, അതാണ് ഈ ദിൽമുനിയ മാളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ അപ്പുറത്തൊരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വാഷ്റൂമിൽ വന്നപ്പോൾ മോനോട് ബാത്റൂം പോയിക്കോളാൻ പറഞ്ഞപ്പോൾ അവൻ 5 വയസ്സേ ഉള്ളൂ, ഓൻ പറയാം ഇത് ഗേൾസിൻ്റെ ആണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ബോയ്സിൻ്റെ ആണ്, നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ ഒരു സീനായിരുന്നു അത്. അങ്ങനെ നമ്മളിതാ വേറൊരു അഡ്വഞ്ചർ സെഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാനിത് മുന്നേ വന്നപ്പോൾ കണ്ടില്ല, ഇത് സെക്കൻഡ് ടൈമാണ് ഈ മാളിലേക്ക് വരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഗേൾസൊക്കെ ഇങ്ങനെ അഡ്വഞ്ചറായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. TV-യിലൊക്കെ ഓരോ പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിതുവരെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിലാവുമ്പോൾ നല്ല കോൺസെൻട്രേഷനും കോൺഫിഡൻസും നല്ല ഒബ്സർവേഷനോട് കൂടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നന്നായിട്ട് കോൺഫിഡൻസോടെ ചെയ്തു പോകുന്ന ഒത്തിരി കുട്ടികളെ കാണാം കേട്ടോ. കൂടുതലും ഗേൾസാണുള്ളത്. അപ്പോൾ ഞാൻ അവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹനം കൊടുത്ത് കയറി വാ മക്കളെ എന്നൊക്കെ പറയാം. അപ്പോൾ ഹസ്ബൻഡ് പറയും നീ ഓവർ കയറി വാ എന്ന് പറഞ്ഞ് പിള്ളേർ ആവേശം കാണിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ ഗേൾസൊക്കെ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ചെറിയതാണോ ആ കുട്ടിയൊക്കെ, വളരെ ചെറിയ മോനാണ്, അവനടക്കം എല്ലാം ചെയ്യുന്നുണ്ട്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അക്വേറിയം. ഇത് നമ്മൾ ഒരു തവണ കണ്ടതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു വൗ ഫാക്ടർ ഇപ്പം ഇല്ല. കാരണം നമ്മൾ മുന്നേ ഒരു തവണ കണ്ടതാണല്ലോ, കണ്ടു കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടൈമാണ്. ഇത് കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടോ. മേലെ ഇങ്ങനെ സ്റ്റാർസൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ താഴോട്ട് ഇങ്ങനെ ഫുള്ള് വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരി മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ മേലത്തെ ഫിഷിനെയൊക്കെ തിന്നില്ലേ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഞാനും വേറെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഫിഷിനെയൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കും. ഒരു പ്രത്യേക ഫീലാണ്. നമുക്ക് വീടുകളിൽ അക്വേറിയൊക്കെ വെക്കുന്നതും അതുകൊണ്ടാണ്. നമുക്ക് ഈ മീനുകളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കിയിരുന്ന നല്ല റിലാക്സേഷൻ കിട്ടുന്നൊക്കെ എവിടെയോ ഒരു വായിച്ചൊരു ഓർമ്മ. അപ്പോൾ ഇതാ ഈ ലേക്കിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി
അപ്പോൾ ഇതിങ്ങനെ ഇത് വാട്ടർ ഡാൻസ് ആണോ എന്ന് എനിക്കറിയാം, ഇതിൻ്റെ കറക്റ്റ് പേര്. ഞാനിങ്ങനെ എൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് വാട്ടർ ഡാൻസ് എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി അൽദാൽ അല റാബി എന്തോ അങ്ങനെ ഒരു ഹോട്ടൽ കേട്ടോ. നമ്മൾ മുന്നേ ഒരു തവണ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇവിടെ അറബിക് റൈസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. അപ്പോൾ അത് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ഫുഡാണോ ചോദിച്ചാൽ അല്ല, ഓക്കെ ഫുഡ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഇതായതുകൊണ്ട് ഇവിടെ കയറി. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത, നമ്മൾ നാട്ടിൽ ഓണത്തിന് നിലത്തിരുന്ന് വാഴലയിൽ ഭക്ഷണം കഴിക്കില്ലേ, ആ ഒരു ഫീൽ ഇവിടെ കിട്ടും. പക്ഷെ വാഴലയല്ല, ഇവിടെ സുപ്ര എന്നാണ് തോന്നുന്നു. സുപ്ര എന്ന് പറഞ്ഞിട്ട് ഒരു റോളുണ്ട്. ആ റോള് വിരിച്ചിട്ട് അതിലാണ് ഫുഡ് ഇട്ട് കഴിക്കുന്നത്. പിന്നെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ കൈയൊക്കെ കുത്തി വെച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി കുഷ്യനൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പം നമ്മൾ കയറി അവിടുത്തെ മെനുവും ഇതൊക്കെ നോക്കുക കേട്ടോ അവർ. അപ്പം ഞാൻ ഓൾറെഡി മെനുവും കാര്യങ്ങളൊക്കെ നോക്കി, എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നൊക്കെ നോക്കിയാൽ അറബി ചേട്ടൻ്റെ ഫുഡൊക്കെ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ അത് കം ലെറ്റ്സ് ഹാവ് എന്നൊക്കെ പറഞ്ഞു. ആകെ ചമ്മി പോയിട്ടോ, കാരണം നമ്മൾ അവരൊക്കെ എന്താ കഴിക്കുന്നത്, എന്താ ഇവിടുത്തെ സ്പെഷ്യൽ, ഇനി വേറെ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയതാണ് സംഭവം. പോട്ടെ. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ കർട്ടനൊക്കെ ഇത് കണ്ടോ, നമ്മുടെ ലേബർ റൂമിലൊക്കെ ഉണ്ടാവുന്ന പോലെ കർട്ടൻ മറിച്ച് വെച്ചിരിക്കുക ഓരോ സെഷനിലും. ഇവിടെ ഈ ഒറ്റ ടേബിൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഇരുന്ന് കഴിക്കുന്ന സെറ്റപ്പാണ്. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഒഴിവുണ്ടായിരുന്നു, ഏകദേശം 11:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അറബീസൊക്കെ നൈറ്റാണ് കൂടുതലും വരുന്നത്. അപ്പം ഞങ്ങൾ പോയി ഇരുന്ന് ഉടനെ ബാക്കി എല്ലാം ഫില്ലായി കേട്ടോ. ഫാമിലീസ് തന്നെയായിരുന്നു ഫുള്ള്. അപ്പോൾ അതാ നമ്മുടെ സുപ്ര റോളൊക്കെ വിരിച്ച് നമ്മുടെ പയ്യൻ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മഡ്ഗോട്ട് റൈസാണ്. നമ്മുടെ ഈ കുഴിമന്തിയില്ലേ, മന്തിൻ്റെയൊക്കെ പോലെ വേറൊരു വേർഷൻ, മജ്ബൂസ് കപ്സ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മഡ്ഗോട്ട് റൈസ്. അപ്പോൾ നമ്മളിതാ വിൻഡോ സൈഡൊക്കെ ഉള്ള ഒരു റൂം തന്നെ സെലക്ട് ചെയ്തത്. കുഷ്യനൊക്കെ വെച്ചെങ്കിലും ഞാൻ അതിൽ കൈ കുത്തി കഴിക്കാനൊക്കെ മറന്നുപോയി കേട്ടോ. കാരണം ഒന്നാമത് ലേറ്റായി, പിന്നെ മോനാണെങ്കിലും വിശക്കണമെന്ന് പറയുമ്പോൾ ഫുഡൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചു. അതിൻ്റെ കൂടെ ജർജിലും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടി. കഴിച്ചെന്തായാലും നമ്മൾ എല്ലാം മടക്കി അവിടെ നിന്ന് സെറ്റപ്പാക്കി മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും യാത്രയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുന്നത് ചെറുതോ വലുതോ എക്സ്പെൻസീവോ ഒന്നുമല്ല, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നതോ അത് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി ഇപ്പോൾ പോകാനൊരു സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സിറ്റുവേഷൻ വൈസ് നമുക്ക് സാഹചര്യം ഉണ്ടാവില്ല. എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് എങ്കിലും ഒന്ന് പുറത്ത് പോവുക, ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണുക, കുറച്ച് നേരം ചിലവിടുക. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്യാത്തവരുണ്ടാവില്ല. ഇപ്പം എല്ലാവരും ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. എങ്കിൽ കൂടി ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും യാത്രകളൊക്കെ പോകാൻ പറ്റട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.